അങ്ങനെ നമ്മുടെ പട്ട ഗേൾസ് വേർപിരിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ച എന്ന് പറയുന്നത് പട്ട ഗേൾസിൻ്റെ ഒരു വീക്കായിരുന്നു. അവരുടെ അർമാദിത്വത്തിനുള്ള ഒരു വീക്കായിരുന്നു കഴിഞ്ഞ ആഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആഴ്ച വന്നിരിക്കുമ്പോൾ പട്ട ഗേൾസ് പിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ടോട്ടലി ഒരു സ്ക്രിപ്റ്റഡ് ഷോ പോലെ ഒരു ഫീല് തരുന്നുണ്ട്. അറിയില്ല അതിന് സ്ക്രിപ്റ്റഡ് ആണോ എന്നുള്ളത്, നമ്മളെ മണ്ടന്മാരൊക്കെ അറിഞ്ഞൂടെ. എന്നാലും പൊതുവേ കാണുമ്പോൾ ഒരു സ്ക്രിപ്റ്റഡ് പോലെ ഒരു ഫീലാണ് തോന്നുന്നത്. എന്തെങ്കിലും ആയിക്കോട്ടെ. എന്തായാലും ഇന്നലെ നടന്ന കിച്ചൺ ഇഷ്യൂവിലൂടെയാണല്ലോ പട്ട ഗേൾസ് വേർപിരിയുന്നത്. അപ്പോൾ ആ കിച്ചൺ ഇഷ്യൂവിൽ ശരിക്കും പറഞ്ഞാൽ അനുവിൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റെന്ന് 100% പറയാൻ പറ്റും. കാരണം നമ്മൾ വീടുകളിൽ ചെയ്യുന്ന പോലെ ബിഗ് ബോസ് ഹൗസിൽ ചെയ്യാൻ പറ്റില്ല. വീടുകളിൽ നമ്മളിപ്പം കുറച്ച് ചോറ് ബാക്കി വന്നാൽ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി കുറച്ച് കറി മാറ്റി വെക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ അത് ബിഗ് ബോസ് ഹൗസാണ്. അപ്പോൾ അവിടെ എല്ലാവർക്കും ഏത് സാധനം കിട്ടിയാലും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണം. അല്ലാതെ പിന്നെ ചോറ് മാറ്റി വെച്ചിട്ട് അതിന് കഴിക്കാൻ പയറ് മാറ്റി വെക്കാനൊന്നും അവിടെ പറ്റില്ല. അല്ലാതെ കുറച്ച് ചോറ് കഴിക്കുന്നവർക്ക് കുറച്ച് പയറ്, കൂടുതൽ ചോറ് കഴിക്കുന്നവർക്ക് കൂടുതൽ പയറ്, അതൊന്നും അത്ര ശരിയല്ല. അപ്പോൾ ബിഗ് ബോസ് ഹൗസിലുള്ള റൂൾ വേറെ, നമ്മുടെ വീടുകളിൽ നടത്തുന്ന സംഭവം വേറെയാണെന്ന് അനു മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ അനുവിന് തെറ്റിയത്. അതുകൊണ്ട് അനുവിൻ്റെ ഭാഗത്ത് തന്നെയാണ് 100% തെറ്റെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും. പിന്നെയുള്ള ഇഷ്യൂ എന്ന് വെച്ചാൽ ഇവർ തെറ്റാനുള്ള കാരണം ഇതുകൊണ്ട് മാത്രമല്ല ഇവർ വേറെ പിരിയുന്നത്. പിന്നെ അതിന് ശേഷം ഈ ആദില നൂറ ഉപയോഗിക്കുന്ന വേർഡ്സ് ഒരു ഫ്രണ്ട്സാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഫ്രണ്ട് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പറഞ്ഞു ഓക്കെ തീർന്നു. പക്ഷേ ഇതങ്ങനെയല്ല. കെട്ടിലമ്മ, കുലസ്ത്രീ, അങ്ങനെ 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 പല പല വാക്കുകളൊക്കെ അങ്ങ് ഉപയോഗിക്കുകയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് പറയുന്നൊരു ഡയലോഗാണ്, PR ഉള്ളത് കൊണ്ട് ഒന്നും ചെയ്യാതിരുന്നാൽ മതിയല്ലോ, PR ഉള്ളതിൻ്റെ അഹങ്കാരമാണ് നിനക്ക്, അങ്ങനെയൊക്കെ കുറച്ച് ഡയലോഗ് നൂറ് പറയുന്നുണ്ട്. അപ്പോൾ അതിന് മറുപടി എന്നോണമാണ് അനു പറയുന്നത്, നിനക്ക് ടോപ്പ് 5 എത്തിയതിൻ്റെ അഹങ്കാരമല്ലേ എന്ന്. പക്ഷേ ഈ ടോപ്പ് 5 എത്തിയതിൻ്റെ അഹങ്കാരമല്ലേ എന്ന് അനു പറഞ്ഞത് മാത്രമാണ് ഈ പറഞ്ഞ എല്ലാവരും കേട്ടിരിക്കുന്നത്. അല്ലാതെ നിനക്ക് PR ഉള്ളതിൻ്റെ അഹങ്കാരമല്ലേ എന്ന് നൂറ് പറഞ്ഞത് ആരും കേട്ടിട്ടില്ല. മനഃപൂർവ്വം കേൾക്കാത്തതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അത് മാത്രം ആരും കേട്ടിട്ടില്ല. പക്ഷേ നൂറയോട് പറഞ്ഞ വാക്കുകൾ മാത്രമാണ് എല്ലാവരും കേൾക്കുകയും അത് പൊക്കിപ്പിടിച്ചാണ് അനുവിനെതിരെ ഉപയോഗിക്കുന്നത്. അപ്പം ഇതിപ്പം ഇവർ പട്ട ഗേൾസ് പിരിയേണ്ടത് എല്ലാവരുടെയും ഈ പറഞ്ഞ അക്ബറിൻ്റെ നെവിൻ്റെ എല്ലാം ആവശ്യമായിരുന്നു. അപ്പോൾ എല്ലാവരും ഇടപെട്ട് എല്ലാവരും ഗ്രൂപ്പായി. അതുവരെ നെവിനും അക്ബറൊക്കെ വേർപിരിഞ്ഞ് നിൽക്കുകയായിരുന്നല്ലോ, ഇവരുമായിട്ട് ഗ്രൂപ്പാകാതെ. അപ്പം ഇവർ അനു ഓപ്പോസിറ്റ് വന്നപ്പോൾ തന്നെ എല്ലാവരും, ബാക്കിയുള്ള എല്ലാവരും, സൗമാനടക്കം എല്ലാവരും ഒരു ടീമായി അനുവിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അനീഷ മാത്രമാണ് അനുവിനൊരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നതെന്ന് പറയും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഏറ്റവും കൂടുതൽ സിൻസിയറായിട്ടുള്ളത് അനു ആണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം പല സമയത്തും ഈ ആദിലയും നൂറയും അനുവിനിട്ട് പണി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കി ആര്യൻ്റെയും ജിസേലിൻ്റെയും വിഷയത്തിലാണ് വീക്കെൻഡിൽ ലാലേട്ടൻ വന്നിട്ടും അനുവിനെ എന്താ പറയുക എടുത്തിട്ട് പറഞ്ഞത് ഒരു ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് അതുവരെ അനുവിൻ്റെ കൂടെ നിന്നിട്ട് സ്പോട്ടിൽ ലാലേട്ടൻ ഈ വഴക്കണ്ടത് സ്പോട്ടിൽ അനുവിനെതിരെ തിരിഞ്ഞ വ്യക്തിയാണ് ഈ ആദില എന്ന് പറയുന്നത്. അപ്പോൾ അന്നേരം തന്നെ ഈ അനു മനസ്സിലാക്കേണ്ടതായിരുന്നു എന്താ, ഇവരൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷേ അനുവിന് അവിടെ തെറ്റി. അനുവിന് ശരിക്കും പറഞ്ഞാൽ ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്ന് തന്നെ പറയാം. അവിടെ തന്നെ തെറ്റി. പിന്നെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ലേറ്റസ്റ്റ് നടന്ന കടലമാവ് കൊണ്ട് ദോശ ഉണ്ടാക്കിയ ഇഷ്യൂ ഉണ്ടല്ലോ രാത്രിക്ക്. ഇപ്പോൾ അതിനകത്താണെങ്കിലും ശരിക്കും പറഞ്ഞാൽ ആര്യനും അക്ബറിനും ദോശ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞിട്ടെങ്കിൽ വന്നിരുന്നെങ്കിൽ അന്ന് ഒരു പ്രോബ്ലം ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ ദോശയാക്കി കൊടുത്ത ശേഷം ആദിലേന്ന് പറയും അത് നിങ്ങൾ വിശന്നിരിക്കുകയല്ലേ എന്ന് പറഞ്ഞിട്ട് അനു അവർക്കും കൂടെ ദോശയാക്കി ബെഡ്റൂമിൽ വന്നപ്പോൾ ഇവർ തന്നെ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഈ ആദിലേന്ന് പറയും തന്നെയാണ് അപ്പോഴും പ്രശ്നം ഉണ്ടാക്കി അനുവിനെ അവിടെ ഇട്ട് വലിച്ചു കയറുന്നത്. അങ്ങനെയാണ് നെവിനും ഇടപെട്ട് പിന്നെ വലിയൊരു വിഷയമായി മാറുന്നത്. അപ്പോൾ അന്നും ഈ ആദില നൂറയ്ക്ക് വേണ്ടി ദോശ ഉണ്ടാക്കി കൊണ്ടുവന്നത് അനുവാണ്. അപ്പോൾ അവരോടുള്ളൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ ഉണ്ടാക്കി കൊണ്ടുവന്നതിനാണ് അന്നും ഈ വിഷയം ഉണ്ടായത്. ഇതേ സമയത്ത് ഇപ്പോൾ ഈ ഫുഡിൻ്റെ വിഷയത്തിൽ തന്നെ ഓരോന്ന് പറഞ്ഞ് ഇവർക്ക് വേണ്ടിയിട്ടാണ് ഈ നൂറയ്ക്ക് വേണ്ടിയിട്ടാണ് ചിക്കനൊക്കെ കട്ടെടുത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഷാനവാസ് കിച്ചണിലുള്ള സമയത്ത് ഷാനവാസിക്ക് കാണാതെ ഈ നൂറയ്ക്ക് ചിക്കൻ്റെ പീസ് എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരിതെല്ലാം അങ്ങ് മറക്കുവാണ്. ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി അനു പല പല ഇതും ചെയ്തിട്ടുണ്ട് ഇവർക്ക് വേണ്ടിയിട്ട്. പക്ഷേ ഇവർ ഒരു സിൻസിയറിറ്റിയും അനുവിനോടില്ല. താരം കിട്ടുമ്പോഴൊക്കെ അനുവിനെ കുറ്റം പറയുക. ഇപ്പം ഷാനവാസും ഈ ആദിലയും നൂറയും അടിച്ചു വരുന്ന സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത്
പിന്നെ ആദില നൂറയെ കുറിച്ച് ഷാനവാസ് എന്തൊക്കെ അനുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ അനു അവരെ ഒരു കുറ്റം പോലും അവരെ പറയാതെ അവരെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത്. അവരന്നും മനസ്സിൽ വിചാരിച്ചിട്ടല്ല ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് ഷാനവാസിൻ്റെ അടുത്ത് വളരെ ഇതായിട്ടാണ് അനു ആദില നൂറയെക്കുറിച്ച് പറയുന്നത്. അതേപോലെ തന്നെ ഷാനവാസിനോട് സംസാരിച്ചതിനെക്കുറിച്ച് ആദില നൂറയും ഈ അനുവിനെതിരെ അടിയാക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇവർ രണ്ടുപേരെടുത്തും നല്ലൊരു രീതിയിലാണ് അനു നിന്നത്. ആരുടെയും കുറ്റമൊന്നും പറയാതെ. പക്ഷേ ഇപ്പം നമുക്ക് നോക്കിയാൽ കാണാം ആദില നൂറയും ഷാനവാസാണെങ്കിലും അനുവിൻ്റെ കുറ്റം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തരം കിട്ടുമ്പോഴൊക്കെ എല്ലാം ഇതിനു മുമ്പും ആദില നൂറയും അനുവിനെ പറ്റി വളരെ മോശമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അവളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് വേണ്ട, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നിന്നാൽ മതി എന്നൊക്കെയുള്ള രീതിയിലൊക്കെ നൂറയും ആദിലടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ കേസിലും. അതായത് അനുവിന് കുറേ കുഴപ്പങ്ങളുണ്ട്. അനു ഒരു സംഭവം ചെയ്തു കഴിഞ്ഞാൽ ഇവർ അനുവിനെ തെറ്റ് തിരുത്താനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. അനുവിന് മടിയുമാണ്. പക്ഷേ ഇവർ ഉപയോഗിക്കുന്ന വാക്കുകൾ നമുക്കിങ്ങനെ പറയുമ്പോൾ ജസ്റ്റ് തമാശയായിട്ട് തോന്നും. പക്ഷേ കേൾക്കുന്നവർക്കത് എത്രമാത്രം ഫീൽ ചെയ്യുന്നുണ്ടുള്ളത് വേറെ കാര്യമാണ്. അപ്പോൾ ഇവർ പലപ്പോഴാണെങ്കിലും ഈ തമാശ രൂപത്തിലാണെങ്കിലും അനുവിനെ ഇങ്ങനെ കുത്തി സംസാരിക്കുന്ന ഒരു സ്വഭാവമാണ്. അപ്പോൾ ഇന്നലെ ആണെങ്കിലും സാബുമാന് കുറച്ച് കൂടുതൽ പയർ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ചെറിയ രീതിയിൽ ഇങ്ങനെ എന്താ പറയുക ഒരു സൈഡിൽ ഇങ്ങനെ പൊട്ടിച്ച് തുടങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു മിണ്ടാതെ ഇരുന്ന് അതിന് കേട്ട് ഇരുന്നുകൊണ്ടാണ് ഇന്നലെ വലിയ കുഴപ്പമില്ലായിരുന്നത്. അപ്പോൾ ഇന്ന് ഈ പറഞ്ഞ പോലെ തന്നെ സാബുമാന് കൂടുതൽ പയറുവാണെന്ന് പറഞ്ഞിട്ടുള്ള ഇഷ്യൂവിൽ വീണ്ടും ഇവർ കയറി പിടിച്ചത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിൽ ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ കേസിൽ അനുവാണ് ഭയങ്കര സിൻസിയർ എന്ന് പറയേണ്ടി വരും. അനു ഒരിക്കലും ഫ്രണ്ട്സിനെ സാധിച്ചിട്ടില്ല. ഈ പറഞ്ഞ അനുവിൻ്റെ ഒരു വലിയൊരു ഇനി ബിഗ് ബോസിൽ വരുന്നവരാണെങ്കിലും ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കേസ് എന്ന് പറഞ്ഞാൽ എത്ര ഫ്രണ്ട്സ് എത്ര ഇതെന്ന് പറഞ്ഞാലും നമ്മുടെ ഒരു പേഴ്സണൽ കാര്യവും നമ്മുടെ ഒരു കാര്യവും ശരിക്കും പറഞ്ഞാൽ ഈ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയാൻ പാടില്ല. കാരണം ഏത് നിമിഷവും അവർ ഗെയിമിന് വേണ്ടി ഇത് ഉപയോഗിക്കുമെന്നുള്ളതാണ്. ഇപ്പം ഈ ഒരു PR-ൻ്റെ ഇഷ്യൂ ആണെങ്കിലും എല്ലാം അനു പിന്നീട് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞിട്ടുണ്ടോ. പക്ഷെ അഥവാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവരത് ഗെയിമിന് വേണ്ടി എടുത്ത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ അനു ആണെങ്കിൽ അതിനെ കണ്ണടച്ച് വിശ്വസിച്ച് ഉള്ള കാര്യങ്ങളൊക്കെ അങ്ങ് പറയും. ഇപ്പം നമ്മൾ ജസ്റ്റ് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഓരോ തമാശ രൂപത്തിൽ പറയുമല്ലോ, ഒരാളുടെ ക്രഷാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. അപ്പം അങ്ങനെ തമാശയ്ക്ക് ശൈത്യയുടെ അടുത്ത് ആരിനോട് ക്രഷ് ഉണ്ടെന്ന് പറഞ്ഞതാണ് പിന്നീട് ഒരിത് വന്നപ്പോൾ ശൈത്യ എടുത്ത് ഉപയോഗിച്ചത്. അതും പറഞ്ഞിട്ടാണ് ഇപ്പോഴും ആരും പുറത്തിറങ്ങിയപ്പോഴും അനുവിൻ്റെ അടുത്ത് ക്രഷുണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെയാണ് പല കാര്യങ്ങൾ. ഇപ്പം ജീവൻ്റെ കേസൊക്കെ അനു ആദിലേനും അടുത്ത് സംസാരിച്ചോളെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അവർ ഏത് നിമിഷം വേണമെങ്കിലും അതും എടുത്ത് പുറത്തിടാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു രഹസ്യങ്ങളും ഈ ഗെയിമിൽ ഷോയിലൊക്കെ പോകുമ്പോൾ പരമാവധി നമ്മുടെ ഒരു രഹസ്യങ്ങളും ഈ കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് പറയാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ബുദ്ധി. കാരണം അവർ നമ്മളെപ്പോലെ ഗെയിം കളിക്കാൻ വന്നവരാണ്. ഏത് നിമിഷവും നമ്മുടെ പേഴ്സണൽ കാര്യവും എല്ലാം എടുത്തവർ ഗെയിമിന് വേണ്ടി ഉപയോഗിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം PR-ൻ്റെ കേസാണെങ്കിലും ഇതെല്ലാം ആദില നൂറ ഷാനവാസിനൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ടെന്നാണ് അനു പറയുന്നത്. അപ്പോൾ അവർ അതും പറഞ്ഞിട്ടാണ് ഇപ്പോൾ അനുവിനെ തിരിയുന്നത്. അപ്പം പരമാവധി നമ്മളതൊന്നും പറയാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അനു എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിച്ചു. അനു കുറച്ച് ഡ്രാമയും ഇതൊക്കെ ആക്കുന്നുണ്ടെങ്കിലും അനു കംപ്ലീറ്റ് എന്താ പറയുക ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒക്കെ കാര്യത്തിൽ ഭയങ്കര സിൻസിയറാണ്, നല്ലൊരു മനസ്സിനുടമ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ചെറിയൊരു വിഷയം വരുമ്പോൾ ഭയങ്കര സെൻറ്റിയായി ചിലർക്ക് ഡ്രാമ എന്ന് തോന്നും, അങ്ങനെ ഒരിത് വരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ക്യാപ്റ്റൻസി മത്സരങ്ങളൊക്കെ വരുമ്പോൾ ക്യാപ്റ്റൻസി നോമിനേഷൻസൊക്കെ വരുമ്പം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആദില നൂറയും അനുവിൻ്റെ പേര് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. പിന്നെ ആ സമയത്ത് അനു എത്രയോ തവണ ആദില നൂറയുടെയും പേര് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്ഷിപ്പ് ഗെയിം കൊണ്ടുവരേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷേ ഒരു റിയൽ ഫ്രണ്ട് ആണെങ്കിൽ ജസ്റ്റ് നമ്മൾ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ പേര് പറയുമല്ലോ. അപ്പോൾ അക്കാര്യത്തിൽ എനിക്ക് എന്താ പറയുക അക്ബറിനെ സമ്മതിച്ച് പറ്റും. അക്കാര്യത്തിൽ അക്ബറൊക്കെ ഭയങ്കര സിൻസിയറാണ്. തൻ്റെ ഫ്രണ്ട്സിനെ എപ്പോഴും സപ്പോർട്ട് ചെയ്യാൻ അക്ബർ ശ്രമിക്കാറുണ്ട്. ഒരു സ്ഥലത്ത് പോലും എന്താ പറയുക അവരെ വിട്ടുകൊടുത്തിട്ടില്ല അക്ബർ. അവർക്ക് വേണ്ടി ബാധിക്കുകയും ഇപ്പോൾ അവരെ ഒരു ക്യാപ്റ്റൻസിയിലും ഏതിലാണെങ്കിലും പറയാനും ഒക്കെ അക്ബർ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുള്ളത് കാണേണ്ട കാര്യം തന്നെയാണ്. അതേസമയത്ത് അനുവിനെ ഒരിക്കൽ പോലും ഈ ആദില നൂറയും എന്താ പറയുക ഒരു ക്യാപ്റ്റൻസിയിലും ഒന്നും ഒരു പേര് പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പം ഇന്നലെ തമാശയ്ക്കാണെങ്കിലും KP നമ്പൂതിരീസിൻ്റെ ഒരു ഇത് വന്നപ്പോൾ അനുവിൻ്റെ പേര് പറയണമെന്ന് അനു ഒത്തിരി തവണ ഇവരോട് കഴിഞ്ഞ പ്രാവശ്യം തൊട്ടേ പറയുന്നുണ്ട്, ഇത്തവണയും പറഞ്ഞിരുന്നു. പക്ഷേ അവരാരും അനുവിൻ്റെ പേര് പറയുന്നില്ല എന്നുള്ളതാണ് കാണേണ്ടത്. അതും അവൾക്ക് ചിലപ്പോൾ വിഷമം തോന്നിയിട്ടുണ്ടാവും. കാരണം ജസ്റ്റ് ഫ്രണ്ട്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇപ്പം അക്ബറൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർ പറഞ്ഞതനുസരിച്ച് ചെയ്തേനെ. പക്ഷേ ഇവിടെയും അനുവിന് എന്താ പറയുക അതൊക്കെ ഒരു ഫീലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.